പഴയ കഥയാണ്. 2000-ഓടെ ഈ പ്രദേശത്ത് അടിമുടി മാറ്റങ്ങളുണ്ടായി. ജനങ്ങൾക്ക് വീടുകൾ നൽകി, അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചു, ജനങ്ങളുടെ ജീവിത നിലവാരം മാറി. ബംഗ്ലാദേശ് കോളനി എന്ന പേര് ശാന്തിനഗർ എന്നാക്കി നാമകരണം ചെയ്തു. പക്ഷേ അപ്പോഴും കോളനി എന്ന പേര് വിടാതെ പിന്തുടർന്നു. ബംഗ്ലാദേശ് കോളനിക്ക് പകരം ഇപ്പോൾ ഈ പ്രദേശം ശാന്തിനഗർ കോളനി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കോളനി എന്ന പദം മോശമായ അർത്ഥത്തിൽ തന്നെ ഉപയോഗിക്കപ്പെടുന്നു. പുറത്തു പോയാൽ ഭയങ്കര, നിങ്ങളെവിടെ ആരെങ്കിലും ചോദിക്കുമോ എവിടെ ഞങ്ങൾ താമസിക്കുന്നത്, അപ്പോൾ ഞങ്ങൾ ശാന്തിനഗർ കോളനിയിലാണെന്ന് അറിയുമ്പോൾ അവർക്കൊരു പുച്ഛം മാതിരി. ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യം എന്താ നിങ്ങളിവിടെ ഈ പഴയ അപേക്ഷിച്ചിട്ട്? പഴയ മാതിരിയല്ല, എന്നാലും കുറച്ചും കൂടെ ഒരിത് വേണം. പണ്ടത്തെ മാതിരി ഇവിടെ അങ്ങനെ കുടിച്ച് ആടുന്ന ആൾക്കാരെയൊന്നും കാണുന്നില്ല. പിന്നെ ആണെങ്കിൽ ഈ പൊതി വിൽക്കുന്ന അതും നിന്നിക്കുന്നു, ആളുകളൊക്കെ വേറെ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി. ഈ കോളനി മാറ്റിയത് കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്താ? നല്ല അഭിപ്രായമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ നല്ലത് പറയാൻ കാരണം? പുറമെ പോകുമ്പോഴാണ് അത് ബംഗ്ലാദേശ് സ്ഥലമാണ്, അങ്ങനെയാണ് ആൾക്കാർ പറയുക. കോളനി വേണ്ട, ശാന്തിയായിട്ടുണ്ടാവുമല്ലോ, ശാന്തമായ ജീവിതം ഉണ്ടാവും എല്ലാവർക്കും. ബംഗ്ലാദേശ് കോളനി എന്ന് പറയുന്നതിൻ്റെ തുടർച്ചയാണ് ഈ കോളനി വന്നുവിട്ടത്. ഏതായാലും ഇതോടുകൂടി ആ കോളനി അവസാനിപ്പിച്ചു. ശാന്തിനഗർ, ശാന്തി വിളയാടുന്ന, അത്യാവശ്യം എല്ലാവരും പരിഷ്കൃത സമൂഹത്തിലേക്ക് വന്നു. കുട്ടികളെല്ലാം സ്കൂളിൽ പോകുന്നു. അതിൻ്റെ പുതിയ തലമുറ ഈ പറഞ്ഞ പഴയ കാര്യങ്ങൾ അറിയാത്തവരായിരിക്കും ഒരു പക്ഷേ. നമ്മുടെ MLA മുൻകൈ എടുത്തുകൊണ്ട് കഴിഞ്ഞ 2 ടേമായിട്ട് തീരദേശത്ത് ഈ കടൽ ഭിത്തി കെട്ടി റോഡ് നിർമ്മിച്ചു കൊടുത്തു, വീടുണ്ടാക്കി കൊടുത്തു, അവർക്ക് തൊഴിൽ, അതിൻ്റെ സംരംഭം ഉണ്ടാക്കി കൊടുത്തു. ഇനി ഇവർക്കുള്ള പുതിയ തലമുറക്കും വരാൻ പോകുന്ന ഭാവിയിലേക്ക് എന്താണ് വേണ്ടത്, അതാണ് ഒരു പക്ഷേ ഞാനടക്കം പുതിയ ബഡ്ജറ്റിലും കാര്യത്തിലും തുക വകയിരുത്തുന്നത്. കോളനി എന്നുള്ളത് ചിലതിലൊക്കെ വരുന്നുണ്ട്. അത് ഇതോടുകൂടി ഒഫീഷ്യലായിട്ടും അല്ലാതെയും ആ കോളനി ഇന്നത്തോഴി അവസാനിപ്പിക്കാൻ നിങ്ങളുടെയും എല്ലാവിധ സഹായകരും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കോളനി എന്ന പേരിന് എന്താണ് പ്രശ്നമെന്ന് ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട്. എന്നാൽ ആ പേരുകൊണ്ട് ജീവിതത്തിൽ അവർ നേരിട്ട പ്രശ്നങ്ങളാണ് ഇവർ തുറന്നു പറയുന്നത്. സർക്കാർ തീരുമാനത്തെ ഇവർ ഇരുകൈയും നീട്ടി സ്വാഗതം ചെയ്യുന്നു. വിനോദ് മൊറാഴക്കൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.